ഇപ്പൊ ധ്യാൻ്റെ ഒരു പേര് വന്നിരിക്കുന്നത് ഫ്ലോപ്പ് രാജ, അങ്ങനെ ഒരു ബോംബ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞല്ലേ. പക്ഷെ ഈ പടം ആ ഒരു തരത്തിലല്ല, നല്ലൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടു. ധ്യാൻ്റെ ഒരു കമ്പാക്ക് 2025 ധ്യാൻ്റെ കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു പടം. അടിപൊളി പടം, നല്ല പടം, സൂപ്പർ പടം. വളരെ നല്ലൊരു മികച്ച സ്റ്റോറിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിനൊരു ആസ്പദമാക്കിയുള്ളൊരു പടമാണ്. നല്ല സ്റ്റോറിയാണ്, നല്ലൊരു അവതരണമാണ്. കൊള്ളാം പടം കണ്ടിരിക്കാം. അടിപൊളി ഇപ്പോഴത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫാമിലി സ്റ്റോറിയാണ്. ഈ കാലഘട്ടത്തിന് വേണ്ടി അനുഭവിച്ച ഒരു കഥയാണ്. രസകരമായിട്ട് ഒരു സോഷ്യൽ ഒരു നൈസിൽ അവതരിച്ച് നല്ല ഇപ്പോഴത്തെ യൂത്തിന് പറ്റിയ പടമുണ്ട്. നല്ല പടമാണ്. അത് സൂപ്പർ സൂപ്പർ നല്ല മെസ്സേജ് ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? നല്ല മെസ്സേജ്, സൂപ്പർ മെസ്സേജ്. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും കാണേണ്ട എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ ഇഷ്ടമായി. കുഴപ്പമില്ല, അത്യാവശ്യം എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്. കുടുംബ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെടും. എല്ലാവരും പറ്റിയൊരു ധ്യാൻ്റെ കരിയർ ബിസിനസ് മൂവിയാണ്. പടം സൂപ്പറായിരുന്നു. ഒരു മെസ്സേജ്, അതാണ് ഐഡിയ എന്ന് പറഞ്ഞത്. പടം സൂപ്പർ. നല്ല പടം. നിങ്ങൾ കണ്ടോ? നന്നായിരുന്നു. പടം കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ അഭിപ്രായം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും പടം സഹകരിക്കുക. എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഫസ്റ്റ് പടമാണ്, ഒരു 10-15 വർഷത്തെ കാത്തിരിപ്പ്. കൊള്ളാം. ലാഗും കാര്യങ്ങളൊന്നും ഇല്ല, സെറ്റാണ്. സ്ത്രീകൾ കണ്ടിരിക്കേണ്ട ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കഥയെ തുറന്നു കാട്ടിയത് സൂപ്പറായിരുന്നു.